ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തിയും ടേസ്റ്റിയുമായ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുമായിട്ടാണ്. അതിൻ്റെ ചേരുവകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് വേണം. അതിലേക്ക് 2 വലിയ സബോള, 2 വെളുത്തുള്ളി, തക്കാളി, 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, വേപ്പില, മല്ലിയില, മുളക് പൊടി, 3 സ്പൂണ് മുളക് പൊടി, ഒരു 4 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിലേക്ക് ആവശ്യമായ ഉപ്പ്, കുറച്ച് 1 സ്പൂണ് വിനാഗിരി, ഇതെല്ലാം വേണം. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കിയിട്ട്, എണ്ണ ഒഴിക്കാണ്ട് ചട്ടി ചൂടാക്കിയിട്ട് അതിൽ മൂപ്പിച്ചെടുക്കണം. കരിയാണ്ട് കൈ എടുക്കാണ്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. അത് അധികം പുകമണമൊന്നും വരാൻ പാടില്ല. കുറച്ച് ചൂടായി കഴിഞ്ഞാൽ അത് കഴുകി വെച്ച ചിക്കനിലേക്ക് ഇടണം. പിന്നീട് വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളത്, ആ വെളുത്തുള്ളി ചതച്ചിട്ട് ചൂടായ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇടണം. ചൂടായ ചട്ടിയിൽ ചതച്ച വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ജീരകവും കൂടി ഒന്ന് ഇളക്കി ഒരു മൂത്ത മണം വരുമ്പോൾ, അധികം മൂത്തുണ്ടാവും, നന്നായിട്ട് വാടിയാൽ മതി. വാടിയ മണം വരുമ്പോൾ നല്ല മണം വരും. അപ്പോൾ 1 സ്പൂണ് ഗരം മസാല, അത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഗരം മസാലയുടെ പൊടി ഇതിൽ കൂടി ചേർക്കുക. ഈ ചൂടുള്ള വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതും കൂടി ഈ ചട്ടിയിലേക്ക് കുക്കറിലേക്ക് ഇടണം. ഈ കഴുകി വെച്ച ചിക്കനിലേക്ക് അതും കൂടി ചേർക്കണം. ഒരുവിധം മൂത്ത മണം വരുമ്പോൾ അത് അതിലേക്ക് ഇടണം. പിന്നെ കട്ട് ചെയ്ത് വെച്ച സബോള നന്നായി ചെറുതായി അരിഞ്ഞിട്ടുള്ളത്, അത് അധികം ചെറുതാവണ്ട, ഒരു ഇടത്തരം ചെറിയ കഷ്ണങ്ങളായിട്ട് സബോള കട്ട് ചെയ്യണം. തക്കാളി അതുപോലെ ചെറുതായി കട്ട് ചെയ്യുക. കുറച്ച് വേപ്പിലയും മല്ലിയിലയും അത് ചേർക്കണം. പിന്നെ ഉപ്പ്, 1 സ്പൂണ് വിനാഗിരി, കുറച്ച് മഞ്ഞൾപ്പൊടി, ചേരുവകളും കൂടിയിട്ട് ചെറിയ ഉള്ളി മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇഞ്ചി ചതച്ചത് ഇടണം. ചെറിയ ഉള്ളി മാത്രം ഇപ്പോൾ അതിൽ ചേർക്കരുത്. ബാക്കിയെല്ലാം കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിൽ കൂടെ ചിക്കനിൽ കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, 1 സ്പൂണ് വെളിച്ചെണ്ണ മേലെ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പണം. കൈ കൊണ്ട് നന്നായി തിരുമ്പി പിടിപ്പിക്കണം. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, വിനാഗിരി, മല്ലിയില, വേപ്പില, എല്ലാം കൂടി അതിൽ ചേർത്ത് നന്നായി തിരുമ്പി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് തിരുമ്പി കഴിഞ്ഞിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്ന വരയ്ക്ക് വയ്ക്കുക. അപ്പോൾ അത് വേവണ നേരം കൊണ്ട് 3 വിസിലായി കഴിഞ്ഞാൽ അത് സ്റ്റൗ ഓഫ് ചെയ്തിടാം. തന്നെ തണുക്കുന്ന വരയ്ക്ക് ഓഫാക്കിയിടാം. 3 വിസിൽ വന്നു കഴിഞ്ഞാൽ അത് ഓഫാക്കി വയ്ക്കുക. പിന്നീട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ചെറിയ ഉള്ളി, മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ മൂപ്പിക്കുക. ചെറിയ ഉള്ളിയും വേപ്പിലയും കൂടിയിട്ട് മൂപ്പിച്ചെടുക്കണം. അതും കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ചേർക്കണ്ടൂ. ഇപ്പോൾ മറ്റുള്ള ചിക്കൻ കറി വയ്ക്കുമ്പോൾ നല്ലോണം ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും നല്ലപോലെ വേണ്ടി വരും. അത് മസാല നല്ലോണം വാടി വരുന്ന വരയ്ക്ക് കുറേ അധികം എണ്ണയുടെ ആവശ്യമുണ്ട്.
അപ്പോൾ അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഇപ്പോൾ എല്ലാവർക്കും കൊഴുപ്പും കൊളസ്ട്രോളും ഒക്കെ ധാരാളം ഉള്ളതല്ലേ. മിക്കവർക്കും അതില്ലാത്തവരില്ല, ചെറുപ്പക്കാരൊന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ്. ചെറിയ കുറച്ച് ഈ ഒരു തുള്ളി വെളിച്ചെണ്ണ മാത്രമേ വരുള്ളൂ. ഒരു സ്പൂൺ അതിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഉള്ളി മൂപ്പിക്കാനും കൂടി. അപ്പോൾ അത്രേ വേണ്ടു. അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞാൽ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നല്ല പാകത്തിനുള്ളതായിട്ടുണ്ടാവും. അഥവാ ഇനി കുറച്ച് വെള്ളം കൂടുതൽ തോന്നുന്നുണ്ട് വെച്ചെങ്കിൽ അത് ഒന്ന് ഒറ്റ തിളപ്പിച്ചാൽ മതി. അപ്പോൾ അത് ചൂടാറുമ്പോൾ നല്ല പാകമായിട്ട് കിട്ടും. ആവശ്യത്തിന് ചാറ് പാകം നോക്കിയിട്ട് സ്റ്റൗ ഓഫാക്കി വയ്ക്കാം. പിന്നെ ഈ മൂപ്പിച്ച ഉള്ളിയും വേപ്പിലയും കൂടിയിട്ട് പിന്നെ താളിച്ചിട്ട് അതിവിടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ചിക്കൻ കറി റെഡി. നമ്മൾ ഫ്രൈ ചെയ്ത് ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൺകുട്ടികൾക്കും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്, ഈ കറി. ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.